പാറ്റ വിപ്ലവം വിജയിച്ചു. ഇന്ത്യയുടെ ജൻസി പ്രക്ഷോഭം എന്നറിയപ്പെട്ട കോക്രോച്ച് ജനതാ പാർട്ടി സാമൂഹിക മാധ്യമങ്ങളിൽ ബി.ജെ.പിയെയും കോൺഗ്രസിനെയും പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാമിൽ ഫോളോയിങ് ഉള്ള അഭിജിത്ത് ദീപ്കയുടെ പാറ്റ വിപ്ലവം കോക്രോച്ച് ജനതാ പാർട്ടി വിജയിച്ചു. ഇന്നലെയാണ് അഭിജിത്ത് യു.എസിൽ നിന്ന് തിരിച്ചു വന്നത്. അംബേദ്കറുടെ ആത്മകഥ കയ്യിൽ പിടിച്ചുകൊണ്ട്, ത്രിവർണ്ണ പതാക പിടിച്ചുകൊണ്ട്, ജയ് ഭീമും ഭാരത് മാതാ കി ജയ് മുദ്രാവാക്യങ്ങളോടെ വന്ന കോക്രോച്ച് ജനതാ പാർട്ടി വിജയിച്ചു. 100% നിഷ്പക്ഷമായി, 100% സത്യസന്ധമായി, ഒബ്ജക്റ്റീവായി, വസ്തുനിഷ്ഠമായി നമുക്കൊന്ന് വിലയിരുത്താം. പാറ്റ വിപ്ലവം വിജയിച്ചു. രണ്ട് കാര്യങ്ങളാണ് വിജയത്തിന്റെ അടിസ്ഥാനമായി നമ്മൾ കാണുന്നത്. ഒന്ന്, അതിനുള്ള ജനപിന്തുണ. അതിന്റെ ആശയങ്ങൾ പ്രധാനമാണ്, ഇല്ലെന്നല്ല, പക്ഷെ അതിനുള്ള ജനപിന്തുണ. എന്തുകൊണ്ടാണ് പാറ്റ വിപ്ലവത്തിലേക്ക് ഇത്രയധികം ആൾക്കാർ ആകർഷിക്കപ്പെട്ടത്, മാധ്യമങ്ങൾ ഇത്രയും പ്രാധാന്യം കൊടുത്തത്? കാര്യം അതിന്റെ ഇൻസ്റ്റാഗ്രാം ഫോളോയിങ് അഥവാ സാമൂഹിക മാധ്യമ ഫോളോയിങ് യഥാർത്ഥത്തിൽ മുഖ്യധാരാ പാർട്ടികളെക്കാൾ, കോൺഗ്രസിനെയും ബി.ജെ.പിയേക്കാൾ കൂടുതൽ വന്നിട്ടുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ അത് വലിയൊരു രീതിയിൽ ശ്രദ്ധ ഇതിലേക്ക് കൊണ്ടുവന്നു. അപ്പൊ പാറ്റ വിപ്ലവം വിജയിക്കുന്നതിൽ ആൾക്കാരുടെ പങ്കാളിത്തം പ്രധാനമാണ്. രണ്ട്, അത് മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ. ആദ്യം അത് മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ നമുക്ക് നോക്കാം. പാറ്റ വിപ്ലവം യഥാർത്ഥത്തിൽ യുവാക്കളുടെ ഫ്രസ്ട്രേഷനാണ്, യുവജനതയുടെ, യുവതികളുടെ, യുവാക്കളുടെ ഫ്രസ്ട്രേഷനാണ്. നീറ്റിന്റെ പേപ്പർ ലീക്ക് അടക്കം, CBSE എക്സാം അടക്കം ഒരുപാട് വിഷയങ്ങളിൽ യുവജനത ഫ്രസ്ട്രേറ്റഡ് ആണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ശ്രീ ശശി തരൂർ അടക്കമുള്ള വിശ്വ പൗരന്മാർ, ജൻസികൾ, പാറ്റകൾ അല്ലെങ്കിൽ കോക്രോച്ച് ജനതാ പാർട്ടിയോട് ചേർന്ന് നിൽക്കുന്നവർ മുഖ്യധാരയിലേക്ക് വരണമെന്നും ഇവർക്ക് പൂർണ്ണമായ പിന്തുണ നമ്മുടെ ലെഫ്റ്റ് പാർട്ടീസും മറ്റും നൽകുകയുണ്ടായി. അപ്പോൾ ഇവരുടെ ആശയങ്ങൾ പ്രസക്തമാണ്. പ്ലസ് ജുഡീഷ്യറിയിലെ ചില വിഷയങ്ങളും കൂടി അവർ റേസ് ചെയ്തതും വളരെ പ്രസക്തമാണ്. അതായത് ഏതെങ്കിലും ഒരു ജഡ്ജി വിരമിച്ചു കഴിഞ്ഞാൽ രാജ്യസഭാ പോസ്റ്റോ മറ്റു പോസ്റ്റുകളോ സ്വീകരിക്കരുത്. കാര്യം പലപ്പോഴും ജഡ്ജിമാർ ചെയ്യുന്ന അഴിമതി കാശ് മേടിച്ചിട്ടല്ല, പകരം സർക്കാരിനോട് അനുകൂലമായി, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി സർക്കാരിന് അനുകൂലമായി നിയമം വ്യാഖ്യാനിക്കുന്ന ഒരു പ്രശ്നമുണ്ട്. അപ്പൊ അത് മാറ്റണമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇവരുടെ ആശയങ്ങൾ പലതും വളരെ പ്രസക്തമാണ്. ഒരാഴ്ച കൊണ്ട് ബി.ജെ.പിയെക്കാളും കോൺഗ്രസിനെക്കാട്ടും ഇതിൽ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോയിങ് ഉണ്ടായെന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യം തന്നെയാണ്, ഇല്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം ആ ഇൻസ്റ്റാഗ്രാം ഫോളോയിങ്ങിന് തത്തുല്യമായ ആൾക്കാർ വന്നു, അത് നമുക്ക് നിഷ്പക്ഷമായി പരിശോധിക്കാം. യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ച അത്രയും ആയിരക്കണക്കിന് ആൾക്കാർ വന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. എന്നാൽ സാമൂഹിക മാധ്യമങ്ങളിൽ ഉണ്ട് എന്ന് പറയപ്പെടുന്ന പിന്തുണ വേണ്ട രീതിയിൽ ഗ്രൗണ്ടിൽ പ്രതിഫലിച്ചോ എന്ന് സംശയമാണ്. പക്ഷെ നല്ല തുടക്കമാണ് എന്ന് പറയാതിരിക്കാനും വയ്യ. അതൊരു പോസിറ്റീവ് ആൻഡ് ബെറ്റർ തുടക്കം തന്നെയായിരുന്നു എന്ന കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട. പ്രത്യേകിച്ച് യാതൊരു സംഘടനാ പാഠവും പരിചയവും ഇല്ലാത്ത അത് ജന്തർ മന്ദറിലെ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ക്രൗഡായി പ്രചരിക്കുന്ന ഒരു വീഡിയോ ആണ്. ലെഫ്റ്റ് ലിബറൽ ഹാൻഡിലുകളിൽ നിന്നാണ് കൂടുതൽ വരുന്നത്. SFI അടക്കമുള്ള പാർട്ടികൾ ഇവർക്ക് വലിയ പിന്തുണയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അടിസ്ഥാനപരമായ ഒരു ലിബറൽ, സെക്കുലർ, പ്രോഗ്രസീവ് എന്നൊക്കെ വിളിക്കാൻ കഴിയുന്ന ഒരു മൂവ്മെന്റ് ആണ് എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രധാനപ്പെട്ട മാധ്യമങ്ങളെല്ലാം, മനോരമ അടക്കമുള്ള പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ ലീഡ് സ്റ്റോറിയായി തന്നെ ഇത് കൊടുക്കുന്നുണ്ട്. പാറ്റകൾ പറന്നിറങ്ങി. അപ്പൊ ഏറ്റവും വലിയ പ്രത്യേകത, തല്ലുണ്ടായില്ല, വഴക്കുണ്ടായില്ല, ആവേശം ഉണ്ടായി എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സോനം വാങ്ചൂക്ക് അടക്കം നമ്മുടെ ആമിർ ഖാൻ 3 ഇഡിയറ്റ്സിൽ അനശ്വരനാക്കിയ കഥാപാത്രമാണ് അദ്ദേഹം, റിയൽ ലൈഫ് ക്യാരക്ടറാണ് അദ്ദേഹം അടക്കമുള്ള ആൾക്കാർ അതിന് വന്നിരുന്നു. അതുകൊണ്ട് പ്രമുഖ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. വലിയ രീതിയിൽ വാർത്താ പ്രാധാന്യം അതിന് കിട്ടി. ഇവരെ അറസ്റ്റ് ചെയ്യുമോ തുടങ്ങിയ പല കാര്യങ്ങളും സംശയം ഉണ്ടായിരുന്നു. എന്നാൽ കേന്ദ്ര സർക്കാർ അങ്ങനത്തെ ബുദ്ധിമോശമൊന്നും കാണിച്ചിട്ടില്ല. മുമ്പ് ബാബ രാംദേവിനെ, അണ്ണാ ഹസാരെ അടക്കമുള്ളവരെ നെഗറ്റീവായ രീതിയിൽ, പ്രത്യേകിച്ച് അണ്ണാ ഹസാരെയൊക്കെ അറസ്റ്റ് ചെയ്തപ്പോൾ രാജ്യം മുഴുവൻ അതിൽ ഇറപ്റ്റ് ചെയ്തതാണ്. അപ്പൊ അതേപോലെ ബുദ്ധിമോശങ്ങളൊന്നും കാണിച്ചില്ല. എന്തായാലും അഭിജിത്ത് ദീപ്കെ ഒരു പോസിറ്റീവ് തുടക്കം ഉണ്ടാക്കി എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ സാമൂഹിക മാധ്യമങ്ങളിൽ കാണുന്ന അത്രയും പ്രപ്പോർഷനേറ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് അതിനുണ്ടായോ എന്ന കാര്യത്തിൽ സംശയമാണ്. മാധ്യമങ്ങളും ഇന്നലെ വളരെ കോഷ്യസ് ആയിരുന്നു. ഏത് രീതിയിലാണ് ഇവരെ ഡീൽ ചെയ്യേണ്ടത്, ഏത് രീതിയിലാണ് പോസിറ്റീവായി മുമ്പോട്ട് പോകണോ, ഇവരെ പ്രൊമോട്ട് ചെയ്യണോ തുടങ്ങിയ കാര്യങ്ങൾ മാധ്യമങ്ങൾ പൊതുവെ അനുകൂലമായ നിലപാടാണ് എടുത്തത്. ഇനി അഭിജിത്ത് ദീപ്കെ പറഞ്ഞ 2-3 കാര്യങ്ങളും കൂടെ കേൾക്കാം, അതും പ്രസക്തമാണ്. നിങ്ങൾക്ക് ഞങ്ങളുടെ പോസ്റ്റുകൾ ഇല്ലാതാക്കാൻ കഴിഞ്ഞേക്കും, പക്ഷേ ഇവിടെ നിന്ന് ഞങ്ങളെ ഇല്ലാതാക്കാൻ കഴിയില്ല. കഴിഞ്ഞ 10-12 വർഷം മതരാഷ്ട്രീയം പറഞ്ഞ് ഇവർ നമ്മളെ കുടുക്കിയിട്ടിരിക്കുകയാണ്. ഈ രാഷ്ട്രീയം കൊണ്ട് ആർക്കെങ്കിലും തൊഴിൽ ലഭിച്ചോ എന്ന് അഭിജിത്ത് വിളിച്ചു ചോദിച്ചു. ഇല്ല എന്ന ഒറ്റ ശബ്ദത്തിൽ പറഞ്ഞ് അനുയായികളും പിന്തുണ അറിയിച്ച് പരിസ്ഥിതി പ്രവർത്തകൻ സോനം വാങ്ചുക് എത്തിയിരുന്നു. അപ്പൊ അദ്ദേഹം സോനം വാങ്ചുക് അഭിജിത്തിനെ കോക്രോച്ച് ഇൻ ചീഫ് എന്നാണ്
അഭിസംബോധന ചെയ്തത്. അപ്പോ ഇനി ഇവിടെ പാറ്റകളെ തുരത്താൻ ജന്തർ മന്ദറിൽ ബജറംഗ് ദൾ, ഹിന്ദു രക്ഷാ സേന എന്നിങ്ങനെ BJP RSS അനുകൂല സംഘടനകളും എത്തിയിട്ടുണ്ടായിരുന്നു. CJP ദേശദ്രോഹികളാണെന്നാണ് ആരോപണം. പിന്നെ അവിടെ CPI അടക്കമുള്ള ആൾക്കാർ സപ്പോർട്ട് ചെയ്യാൻ എത്തിയിരുന്നു. ധർമ്മേന്ദ്ര പ്രധാൻ, വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. അടുത്ത ശനിയാഴ്ച വീണ്ടും പ്രതിഷേധിക്കുമെന്ന് CJP സ്ഥാപകൻ അഭിജിത് ദീപ്കെ ഉറപ്പിച്ചു പറഞ്ഞു. 3:30 അഭിജിത്ത് സമരവേദി വിട്ടു. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. അപ്പം ജന്തർ മന്ദറിൽ നല്ലൊരു തുടക്കമാണ്. ഇനി ഇവരിത് ഫോളോ അപ്പ് ചെയ്യുമോ, ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുമോ തുടങ്ങിയ കാര്യങ്ങളാണ്. അപ്പോൾ ആ രാജി വെക്കില്ല എന്നാണ് ലഭ്യമായ വിവരങ്ങൾ പറയുന്നത്. കാര്യം നരേന്ദ്രമോദി അടക്കം ധർമ്മേന്ദ്ര പ്രധാനെ കൊണ്ട് തന്നെ വിദേശയാത്ര നടത്തും. വേറൊന്നും കൊണ്ടല്ല, കാര്യം ഇവർക്ക് വഴങ്ങി എന്നൊരു ഫീല് കിട്ടാതിരിക്കാൻ. അപ്പൊ അടുത്ത ശനിയാഴ്ച കുറച്ചുകൂടെ വലിയ രീതിയിൽ ഇവർക്ക് ഓർഗനൈസ് ചെയ്യാൻ കഴിയുമോ, മികച്ച രീതിയിൽ ഇത് മുമ്പോട്ട് പോകുമോ തുടങ്ങിയ ചോദ്യങ്ങൾ ബാക്കി നിൽക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. CJPയുടെ എല്ലാ തുടർ നീക്കങ്ങളും പോലീസും രഹസ്യാന്വേഷണ ഏജൻസികളും അന്വേഷിക്കുന്നു, നിരീക്ഷിക്കുന്നുണ്ട്. പ്രതിഷേധക്കാർക്കെതിരെ കേസെടുത്തു എന്ന് പറയുന്ന സാമൂഹ്യ മാധ്യമ പോസ്റ്റുകൾ തെറ്റാണെന്ന് ഡൽഹി പോലീസ് വ്യക്തമാക്കി. അപ്പോൾ 2-3 കാര്യങ്ങൾ. ഒന്ന്, മികച്ച തുടക്കമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇതൊരു രാഷ്ട്രീയ പാർട്ടി ആകുമോ, മൂവ്മെന്റ് മാത്രമാണോ, ഒരു ഓളം ക്രിയേറ്റ് ചെയ്യുന്നതാണോ? അതൊരു പ്രസക്തമായ ചോദ്യം തന്നെയാണ്. അതാണ് ഒന്ന്. 2, അഭിജിത് ദീപ്കെ പറയുന്ന കാര്യങ്ങളിൽ കാമ്പുണ്ട്, കഴമ്പുണ്ട്. 3, സാമൂഹ്യ മാധ്യമങ്ങളുടെ അത്രയും വലിയ പിന്തുണ റിഫ്ലക്ട് ചെയ്യപ്പെട്ടില്ല എന്നുള്ള സത്യമാണ്. ഇനി 4, അവരുടെ ഓർഗനൈസിംഗ് പവർ നമ്മൾ കാണാനിരിക്കുന്നു. ഇതൊരു ഓളം മാത്രമാണോ? അടുത്ത ശനിയാഴ്ച കൂടുതൽ ആൾക്കാർ വരുമോ? കൂടുതൽ പ്രതിഷേധങ്ങളിലേക്ക് പോകുമോ? എത്ര പേരെ ഇവർക്ക് കൺസോൾട്ടേറ്റ് ചെയ്യാൻ കഴിയും? എന്തായാലും അഭിജിത് ദീപ്കെ അടക്കമുള്ള നമ്മുടെ യങ്സ്റ്റേഴ്സ് അവരുടെ ഗ്രീവിയൻസ് പറയുമ്പോൾ, വിഷമങ്ങൾ പറയുമ്പോൾ അത് കേൾക്കാൻ ഈ രാജ്യം ബാധ്യസ്ഥമാണ്.